സോ ഈ സിന്നി അറിയാൻ വന്നത് ഒരു കിടിലൻ സീരീസാണ്. സോ ഈ സീരീസിൻ്റെ പേര് ഡാൻ ഡാ ഡൺ എന്നാണ്. സോ ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കോമഡി ആയിട്ടും വളരെയധികം ഫണ്ണി ആയിട്ടുള്ള ഒരു കിടിലൻ ആനിമി സീരീസാണിത്. സോ ഈ സീരീസിൻ്റെ സ്റ്റോറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, കാരണം മെയിൻ ക്യാരക്ടർ വളരെയധികം പഠിപ്പിയായിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ നമ്മുടെ നായികയെ കണ്ടുമുട്ടുന്നത്. സോ ഈ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് പണ്ട് തൊട്ട് ഏലിയനെയൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എന്ന് വെച്ചാൽ ഏലിയൻ ഉണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരൻ വിശ്വസിക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ ഗോസ്റ്റ് ഉണ്ടെന്നും ഭയങ്കര വിശ്വാസമാണ്. സോ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക പറയുന്നു ഏലിയൻസ് ഇല്ല ഗോസ്റ്റ് ഉണ്ടെന്ന്, നമ്മുടെ നായകൻ പറയുന്നു ഗോസ്റ്റ് ഇല്ല ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ബെറ്റ് വെച്ചിട്ട് നീ ഏലിയൻസിനെ കണ്ടിട്ട് വന്നാൽ മതിയടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായികനെ ഏലിയനുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ നായികയാണെങ്കിൽ നീ ഗോസ്റ്റിനെ കണ്ടിട്ട് പോയാൽ മതിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോസ്റ്റ് ഉള്ളൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് വരുന്ന കാണാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വിചാരിക്കാൻ നേരത്ത് നമ്മുടെ നായകനാണെങ്കിൽ ഗോസ്റ്റിനെ കാണുന്നുണ്ട്, നമ്മുടെ നായികയാണെങ്കിൽ ഏലിയനെയും കാണും. പിന്നീട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് പോലെ ഈ സീരീസിനകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. വളരെയധികം ഫണ്ണി ആയിട്ടുള്ളൊരു സീരീസാണ്. സോ ഈ അതിൻ്റെ ഓരോ സീൻ ആലോചിക്കാതെ എടുത്ത് ഞാനിപ്പോൾ പറയാതെ എടുത്തോട്ട് ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അന്നേരം തന്നെ മനസ്സിലാക്കിയത് എന്തോ ഫണ്ണി സീരീസ് ആയിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് അങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നല്ലൊരു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ ഇടയ്ക്കിടയ്ക്കെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് സീൻസ് ഒക്കെ ഈ സീരീസ്. സോ അതുപോലെ തന്നെ ഈ സീരീസ് നല്ല രീതിയിൽ തന്നെ പോപ്പുലർ ആയിട്ടുണ്ട്. സോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഈ സീരീസ് കണ്ടു കഴിഞ്ഞവർക്കാണെങ്കിൽ മനസ്സിലാവും ജിംഗിൾ ബെൽസ്. ഈ ജിംഗിൾ ബെൽസിനെ നല്ല രീതിയിൽ തന്നെ ഇവർ ഈ സീരീസിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ സീരീസ് മൊത്തം കാണണം. ഈ സീരീസിനകത്ത് മൊത്തത്തിൽ 12 എപ്പിസോഡ് ഇതുവരെ റിലീസ് ആയിട്ടുള്ളൂ. സീസൺ 1 മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. ഈ സീസൺ 2 അടുത്ത വർഷം വരുന്നതായിരിക്കും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാവുന്നതായിരിക്കും. ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ചറായിട്ടുള്ളൊരു സീരീസാണ്. പിന്നെ ഇതിൻ്റെ ആനിമേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം യുണീക്കായിട്ടുള്ള ഒരു ആനിമേഷനൊക്കെ ഇവരെ ഇടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ആനിമേഷനാണ്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്താണ് ഇഷ്ടപ്പെട്ടു, കുറച്ച് ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ആനിമേഷൻ കൊണ്ടുപോയി. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് അതൊക്കെ കിടിലാണ്. എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഈ സീരീസ് പോയി കാണുക. നമുക്ക് പിന്നെ ഇതിൻ്റെ സ്റ്റോറി, പിന്നെ മോനെ ഇതിൻ്റെ അതിൽ ഈ സ്റ്റോറി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും അല്ല. പിന്നെ ഇനി അങ്ങോട്ട് വേറെ ലെവലായിട്ട് കയറി പോവാണ്. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്റ്റോറിയാണ് കൊണ്ടുപോകുന്നത്. സോ അതുപോലെ ഒരു കിടിലൻ സീരീസാണ്. സോ ഈ നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാവരും പോയി കണ്ടേക്കാം. അപ്പം ഇതുപോലത്തെ റിവ്യൂസ്, പിന്നെ അതുപോലെ ആനിമി ന്യൂസസ്, പിന്നെ എക്സ്പ്ലനേഷനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. പിന്നെ ഈ ആനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ട് ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ടാറ്റാ ബൈ.